എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് മറ്റൊരു അറിവിൻ്റെ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ലോകം ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുന്ന ഒരിടമുണ്ട്. ലക്ഷക്കണക്കിന് മനുഷ്യർ വന്നു പോകുന്ന അനേകം രഹസ്യങ്ങൾ ചുവരുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വയ്ക്കുന്ന ഹോട്ടൽ മുറികൾ. നമ്മളൊരു യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ആവശ്യത്തിനായി ഒരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയാൽ ആദ്യം കണ്ണിൽ ഉടക്കുന്നത് എവിടെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. ആ മുറിയിലെ വലിയ കട്ടിൽ പാലുംപുഴ പോലെ വിരിച്ചിട്ടിരിക്കുന്ന ആ വെളുത്ത വിരികളിലല്ലേ? നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്ത് എവിടെ പോയാലും, അത് ദുബായിലെ ബുർജ് അൽ അറബ് ആയാലും നിങ്ങളുടെ നാട്ടിലെ ഒരു സാധാരണ നല്ല തരക്കേടില്ലാത്ത നല്ല ലോഡ്ജ് ആയാലും ഈ ബെഡ്ഷീറ്റുകൾക്ക് മാത്രം എന്താണ് മാറ്റമില്ലാത്തത്? എന്തുകൊണ്ടാണ് അവ എപ്പോഴും വെള്ള നിറത്തിൽ തന്നെ ഇരിക്കുന്നത്? ഒന്ന് ഓർത്തു നോക്കിയാൽ നിങ്ങൾ എന്തായിരിക്കും കാരണം? അഴുക്ക് പറ്റിയാൽ പെട്ടെന്ന് കാണില്ലേ? കറകൾ മറയ്ക്കാൻ കറുപ്പോ നീലയോ ഉപയോഗിക്കുന്നതല്ലേ ബുദ്ധി എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്നാൽ സുഹൃത്തുക്കളെ, ആ വെളുത്ത വിരികൾക്ക് പിന്നിൽ നമ്മൾ വിചാരിക്കാത്ത ചില മനഃശാസ്ത്രപരമായ തന്ത്രങ്ങളും കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ബുദ്ധിയും അതിലുപരി ഭയാനകമായ ചില ശുചിത്വ ബോധവുമുണ്ട്. ഇന്ന് നമ്മൾ ആ വെളുത്ത രഹസ്യങ്ങളുടെ ചുരുളഴിയ കഥകളിലേക്കാണ് കടക്കുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന ഈ വെളുത്ത വിരികളുടെ വിപ്ലവം തുടങ്ങിയത് അധികം പണ്ടൊന്നുമല്ല, ഈ അടുത്ത കാലത്താണ്. എന്നാണ്? 1990കളുടെ അടുത്താണ്. അതുവരെ ഹോട്ടലുകളൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. അന്ന് ഹോട്ടൽ ഉടമകൾക്ക് ഒരു പേടിയുണ്ടായിരുന്നു. ബെഡ്ഷീറ്റ് കറയായാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് അവർ കറകൾ മറച്ചു പിടിക്കാൻ സഹായിക്കുന്ന കടും നിറത്തിലുള്ള ഡിസൈനുകളുള്ള വിരികളാണ് അതുവരെ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ 1999 വെസ്റ്റിൻ ഹോട്ടൽസ് ഒരു പരീക്ഷണം നടത്തി. അവർ ഹെവൻലി ബെഡ് എന്നൊരു ആശയം അവതരിപ്പിച്ചു. മുറിയിലെ എല്ലാ വിരികളും തലയിണകളും പുതപ്പുകളും വെളുത്ത നിറത്തിലാക്കി. തുടക്കത്തിൽ എല്ലാവരും അവരെ പരിഹസിച്ചു. നിങ്ങൾ നശിച്ചു പോകും, കഴുകും, മുടിയും എന്ന് പലരും പറഞ്ഞു അവരെ കളിയാക്കി. എന്നാൽ ബലം വന്നപ്പോഴോ എല്ലാവരും ഞെട്ടിപ്പോയി. വെള്ളവിരികൾ വിരിച്ച മുറികൾക്ക് അതിഥികൾ കൂടുതൽ റേറ്റിംഗ് നൽകി. മുറിക്ക് ലക്ഷറി കൂടുതലാണെന്ന് അവർക്ക് തോന്നി. വെസ്റ്റേൺ ഹോട്ടൽസിൻ്റെ ലാഭം പിന്നീട് കുതിച്ചുയർന്നു. അതോടെ ഹിൽട്ടൺ, മാരിയറ്റ് തുടങ്ങിയ ലോകോത്തര ഹോട്ടലുകളെല്ലാം ഈ വൈറ്റ് പോളിസി ഏറ്റെടുത്തു തുടങ്ങി. ഇന്ന് അതൊരു ആഗോള നിയമമായി മാറി. ഹോട്ടലുകൾ വെള്ളവിരികൾ ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം ശുചിത്വം തന്നെയാണ്. പക്ഷെ ഇതിലൊരു മനഃശാസ്ത്രപരമായ ഒരു കളിയുണ്ട്. അതായത് വെള്ള നിറം സത്യസന്ധതയുടെ ഒരു പ്രതീകമായിട്ടാണ് പൊതുവിൽ എല്ലാവരും വിചാരിച്ചു പോകുന്നത്. അതിൽ ഒന്നും ഒളിക്കാൻ കഴിയില്ല. ഒരു ചെറിയ മുടിനാര് ഇഴയോ ഒരു തുള്ളി രക്തക്കറയോ മറ്റ് കളറുകളോ ഒരു ചെറിയ പൊടിയോ ഉണ്ടെങ്കിൽ അത് വെള്ളയിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും. ഇവിടെയാണ് ഹോട്ടലുകാരുടെ ബുദ്ധി. അവർ നിങ്ങളോട് പറയാതെ പറയുന്നത് ഇതാണ്: നോക്കൂ, ഞങ്ങളുടെ വിരികളിൽ കറകളൊന്നുമില്ല, ഇത് പൂർണ്ണമായും വൃത്തിയുള്ളതാണ്. ഈ കാഴ്ച അതിഥികളുടെ ഉള്ളിൽ വലിയൊരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്നു. നമ്മൾ ഒരു നീലയോ ചുവപ്പോ വിരിയിലാണ് കിടക്കുന്നതെങ്കിൽ അതിൽ മുമ്പ് കിടന്നിരുന്നവർ വരുത്തിയ കറകൾ അല്ലെങ്കിൽ ആ നിറത്തിനിടയിൽ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. എന്നാൽ വെള്ളവിരിയിൽ ആ പേടി വേണ്ട. പക്ഷെ മറ്റൊരു രഹസ്യമുണ്ട്. വിരികൾ വെളുത്തിരിക്കുന്നത് കൊണ്ട് മാത്രം അവ വിമുക്തമാകണമെന്നില്ല. എങ്കിലും കണ്ണുകൾക്ക് ലഭിക്കുന്ന ആ വൃത്തിയുള്ള അനുഭവം മതി ഒരു അതിഥിയെ തൃപ്തി ആക്കാൻ. ഇനി ഇതിൻ്റെ സാങ്കേതിക വശങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാലോ, ഒരു ഹോട്ടൽ ദിവസവും നൂറുകണക്കിന് മുറികളാണ് വൃത്തിയാക്കുന്നത്. ആയിരക്കണക്കിന് കിലോ തുണികളാണ് ഓരോ ദിവസവും ലോണ്ടറിയിൽ എത്തുന്നത്. ഇവിടെ നിറമുള്ള തുണികളാണെങ്കിൽ ഉള്ള ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യത്തേത് വേർതിരിക്കൽ അഥവാ സോർട്ടിംഗ് ആണ് പ്രധാനപ്പെട്ട കാര്യം. നിറം പടരാതിരിക്കാൻ ഓരോ നിറവും വ്യത്യസ്ത തരംതിരിക്കണം. എന്നാൽ എല്ലാം വെള്ളയാകുമ്പോഴോ ബെഡ്ഷീറ്റും ടവലുകളും ബാത്റൂമുകളും ഓരോ മെഷീനും ഒന്നിച്ച് കഴുകാം. ഇത് വലിയ രീതിയിൽ
സമയം ലാഭിക്കാനായിട്ട് സാധിക്കും. മറ്റൊന്ന് ബ്ലീച്ചിങ് ആണ്. കടുപ്പമേറിയ കറകളെ നീക്കാൻ ബ്ലീച്ച് അത്യാവശ്യമാണ്. നിറമുള്ള തുണികളിൽ ബ്ലീച്ച് ഉപയോഗിക്കുമ്പോൾ അവ നശിക്കും. എന്നാൽ വെള്ളത്തുണികൾ ഉയർന്ന ഊഷ്മാവിൽ എത്ര വേണമെങ്കിലും ബ്ലീച്ച് ഉപയോഗിക്കാം. ഇത് കറകൾ കളയുക മാത്രമല്ല, അണുക്കളെ പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്യുന്നു. ഹോട്ടലുകൾക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച ശുചിത്വം ഉറപ്പാക്കാൻ ഇതിലും നല്ല വഴി വേറെ ഇല്ലതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അവധിക്കാലം ആഘോഷിക്കാൻ ഈ ഹോട്ടലുകളിൽ പോകുന്നത്? മനസ്സിന് സമാധാനം കിട്ടാൻ. ഇവിടെയാണ് കളർ സൈക്കോളജി പ്രവർത്തിക്കുന്നത്. നമ്മൾ അറിയുന്നില്ല അത്. വെള്ളനിറം മനസ്സിനെ ശാന്തമാക്കുന്ന ഒന്നാണ്. ആഡംബരത്തിൻ്റെ ഒരു പ്രതീതി ഇത് നൽകുന്നുണ്ട്. പല ഗവേഷണങ്ങളും പറയുന്നത് വെള്ളവിരികളിൽ കിടക്കുമ്പോൾ മനുഷ്യർക്ക് കൂടുതൽ സുരക്ഷിതത്വവും ആശ്വാസവും ലഭിക്കുന്നു എന്നാണ്. ഇത് ഹോസ്പിറ്റലുകളിലെ വെളുത്ത വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഒരുതരം ക്ലീൻ ഫീല് നമുക്കപ്പോൾ അവിടെ കിട്ടും. മുറിയിൽ കയറുമ്പോൾ കാണുന്ന ആ വെളുത്ത വിരികൾ നിങ്ങളുടെ തലച്ചോറിലെ സ്ട്രെസ് കുറയ്ക്കുകയും നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. കൂടാതെ വെള്ളനിറം വെളിച്ചത്തെ പ്രതിഫലിക്കുന്നു. ഇത് ചെറിയ മുറികൾക്ക് പോലും വലിയ വലിപ്പം തോന്നിപ്പിക്കാൻ സഹായിക്കുന്നു. മുറിയിൽ എപ്പോഴും ഒരു ഫ്രഷ് ഫീൽ നിലനിൽക്കാൻ ഇത് കാരണമാകുന്നു. ഹോട്ടലുകൾ വർഷാവർഷം ഇവരുടെ ഇന്റീരിയർ മാറ്റിക്കൊണ്ടിരിക്കും. ഇന്ന് ചുവരിലെ പെയിന്റ് മാറും, നാളെ ഫർണിച്ചർ മാറും. എന്നാൽ എല്ലാ മാറ്റങ്ങൾക്കൊപ്പം ഇണങ്ങി നിൽക്കുന്ന ഒരേ ഒരു നിറമേ ഉള്ളൂ, അത് വെള്ളയാണ്. ഇത് ഒരിക്കലും ട്രെൻഡ് ഔട്ട് ആകുന്നില്ല. നിറമുള്ള ബെഡ്ഷീറ്റുകളാണെങ്കിൽ മുറിയിലെ കാർപ്പറ്റിന് നിറം മാറുമ്പോൾ ബെഡ്ഷീറ്റിൻ്റെ കളറും നമുക്ക് മാറ്റേണ്ടി വരും. എന്നാൽ വെള്ളയാകുമ്പോൾ ആ ടെൻഷൻ വേണ്ട. ഏത് സ്റ്റൈൽ മുറിക്കും വെള്ളവിരികൾ ഒരു രാജകീയ പ്രൗഢിയാണ് നൽകുന്നത്. ഇത്രയ്ക്ക് ഗുണങ്ങളുണ്ടെങ്കിലും ഈ വെള്ളവിരികൾക്ക് പിന്നിൽ നമുക്കത്ര സുഖകരമല്ലാത്ത ചില വശങ്ങളുണ്ട്. ഹോട്ടൽ ജീവനക്കാർ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. വെള്ളവിരികൾ എപ്പോഴും ഫ്രഷ് ആണെന്ന് നമുക്ക് തോന്നും. എന്നാൽ പലപ്പോഴും ഹോട്ടലുകൾ അവരുടെ കംഫർട്ട് അല്ലെങ്കിൽ മുകളിൽ കട്ടിയുള്ള പുതപ്പുകൾ ഓരോ അതിഥി മാറുമ്പോഴും കഴുകാറില്ല എന്നതാണ് ഒരു സത്യം. വിരികൾ മാറ്റും, പക്ഷെ മുകളിലെ ആ വലിയ പുതപ്പ് പലപ്പോഴും ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ആണ് കഴുകാറുള്ളത്. വെള്ളവിരികൾ നിങ്ങളെ ഒരുതരം ശുചിത്വ ഭ്രമത്തിൽ തളച്ചിടുകയാണ് ചെയ്യുന്നത്. കൺമുന്നിൽ കാണുന്ന വെളുപ്പ് കണ്ട് നമ്മൾ ബാക്കിയെല്ലാം വൃത്തിയുള്ളതാണെന്ന് അന്ധമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അടുത്ത തവണ നിങ്ങൾ ഒരു ഹോട്ടൽ മുറിയിൽ കയറുമ്പോൾ ആ വെളുത്ത വിരികളിൽ ആശ്വാസത്തോടെ കിടക്കുമ്പോൾ ഓർക്കുക, അത് നിങ്ങളെ സമാധാനിപ്പിക്കാൻ ഹോട്ടൽ ഇൻഡസ്ട്രി മെനഞ്ഞെടുത്ത വലിയൊരു തന്ത്രമാണ്. അത് വൃത്തിയുടെ അടയാളമാണ്, ഒരു ബിസിനസ് ബുദ്ധിയാണ്. അതിലുപരി നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാനുള്ള ഒരു വിദ്യയുമാണ്. എങ്കിലും ആ വെളുത്ത നിറം നൽകുന്ന ആത്മവിശ്വാസവും സമാധാനവും മറ്റൊന്നിനും നൽകാൻ കഴിയില്ല. ഹോട്ടൽ മുറികളിലെ ഈ വെളുത്ത രഹസ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമെങ്കിൽ കൂടാതെ ഈ വീഡിയോ നിങ്ങളെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹോട്ടൽ ലോകത്തെക്കുറിച്ചോ മറ്റു രസകരമായ ഇതുപോലുള്ള വിവരങ്ങൾക്കുമായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഒട്ടും മറക്കരുത്. മറ്റൊരു രസകരമായ അറിവിൻ്റെ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.